ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വന്നിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. സ്ഥിര നിയമനമാണ് വന്നിട്ടുള്ളത്. 4ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ് ഫയർമാൻ, സെമി സ്കിൽഡ് റിഗർ, കുക്ക് തസ്തികകളിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മെയ് 28, 2025 മുതലാണ്. ജൂൺ 20, 2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം ഫയർമാൻ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC പാസ്സായിരിക്കണം. കൂടാതെ ഫയർഫോഴ്സിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ ഫയർ ഫൈറ്റിങ്ങിലുള്ള പരിശീലനം, അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിൽ നിന്നുള്ള അംഗീകൃത ഫയർ ഫൈറ്റിംഗ് കോഴ്സ്, അല്ലെങ്കിൽ സംസ്ഥാന ഫയർ ഫൈറ്റിംഗ് ഫോഴ്സിൽ നിന്നുള്ള ഫയർ വാച്ച് അല്ലെങ്കിൽ പെട്രോളിലുള്ള പരിശീലനം ഉണ്ടായിരിക്കണം. കൂടാതെ സെൻറ്റ് ജോൺസ് ആംബുലൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമുള്ള വാലിഡ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. മലയാളത്തിലുള്ള നോളജും ആവശ്യമാണ്. കൂടാതെ 1 മുതൽ 5 വർഷം വരെയുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അടുത്തത് സെമി സ്കിൽഡ് റിഗർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 4ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഷിപ്പ് റിപ്പയർ യാർഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ഇവയിലേതെങ്കിലും സമാന മേഖലയിലുള്ള 5 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡിസേബിൾ ക്വാളിഫിക്കേഷനായി ഗുഡ് നോളജ് ഓഫ് സ്പ്ലൈസിംഗ് വർഡ്സോ ഫയർ റോപ്സും ഉണ്ടായിരിക്കണം. അടുത്തത് കുക്ക് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളത്തിലുള്ള ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓറിയന്റൽ, കോണ്ടിനെന്റൽ, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ, ചൈനീസ് മുതലായവയിൽ എല്ലാത്തരം ഭക്ഷണങ്ങളും തയ്യാറാക്കുന്നതിലുള്ള 5 വർഷത്തെ മിനിമം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇനി ഇതിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫയർമാൻ തസ്തികയിലേക്ക് 15 ഒഴിവും, സെമി സ്കിൽഡ് റിഗർ തസ്തികയിലേക്ക് 9 ഒഴിവും, കുക്ക് തസ്തികയിലേക്ക് 1 ഒഴിവുമാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ടോട്ടൽ 25 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 21,300 മുതൽ 69,840 രൂപ വരെയാണ് ലഭിക്കുന്നത്. ബേസിക് പേ വരുന്നത് 21,300, കൂടാതെ DA, HRA, കൺവെയൻസ് അലവൻസ്, വർക്കിംഗ് ഡ്രസ് മെയിൻ്റനൻസ് അലവൻസ് തുടങ്ങി ടോട്ടൽ 38,407 രൂപ സാലറി ലഭിക്കുന്നതാണ്. കൂടാതെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2025 ജൂൺ 20 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. SC/ST വിഭാഗക്കാർക്കും OBC വിഭാഗക്കാർക്കും എക്സ് സർവീസ്മാനുമെല്ലാം അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഫേസ് 1, ഫേസ് 2 ഇങ്ങനെയാണ് മെത്തേഡ് ഓഫ് സെലക്ഷൻ വരുന്നത്. ഫേസ് 1-ൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. 35 മിനിറ്റ്സ് ആണ് ടൈം ഡ്യൂറേഷൻ. ഫേസ് 2-ൽ പ്രാക്ടിക്കൽ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. ടോട്ടൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കൊച്ചിയിൽ വെച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. 400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. പ്ലസ് ബാങ്ക് ചാർജും ഉണ്ടായിരിക്കുന്നതാണ്. SC/ST വിഭാഗക്കാർക്ക് ആപ്ലിക്കേഷൻ ഫീ ആവശ്യമില്ല. അവർ ജസ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ www.cochinshipyard.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മുൻപ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.